എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും മാസം 3000 രൂപ വീതം കേന്ദ്ര സർക്കാർ നമുക്ക് പെൻഷനായിട്ട് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സ്കീമിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന കോടിക്കണക്കിന് തൊഴിലാളികളുടെ ഭാവി സുരക്ഷിതമാകുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന എന്ന് പറയുന്ന പദ്ധതി. നിലവിൽ പൊതുമേഖലയിലോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലോ ജോലിയില്ലാത്ത അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്വയം തൊഴിലെടുക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. എന്നാൽ ആദായ നികുതി അടയ്ക്കുന്നവർക്ക് ഇതിന് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്നതല്ല. ലോട്ടറി വിൽപ്പനക്കാർ, നിർമ്മാണ തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, കൃഷിപ്പണിക്കാർ, വിതരണ മേഖലയിലുള്ളവർ, ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവർ, ഡ്രൈവർമാർ തുടങ്ങിയ വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞാൽ ഈ പദ്ധതിയിലുള്ളവർക്ക് മാസം 3000 രൂപ വീതം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പെൻഷൻ പദ്ധതിയിൽ ചേരുന്നതിന് അധികം നിബന്ധനകൾ ഉണ്ടായിരിക്കുന്നതല്ല. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ അംഗത്വം എടുക്കാവുന്നതാണ്. പദ്ധതിയിൽ അംഗങ്ങളാവാൻ താല്പര്യമുള്ളവർ അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ സന്ദർശിക്കേണ്ടതാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള ഏതൊരു അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും പദ്ധതിയിൽ ചേരാവുന്നതാണ്. 3000 രൂപ വരെയൊക്കെ പ്രതിമാസം വരുമാനം ലഭിക്കുന്നവർ ഇതൊരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതി എന്ന നിലയിൽ ഗുണഭോക്താവ് തൻ്റെ വിഹിതമായിട്ട് എത്ര തുകയാണോ പദ്ധതിയിലേക്ക് അയക്കുന്നത് അത്ര തുക തന്നെ കേന്ദ്ര സർക്കാരും ഓരോ മാസവും ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതാണ്. ഒരാൾ 18ാമത്തെ വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നത് എങ്കിൽ മാസം 55 രൂപ മാത്രം അടച്ചാൽ മതി. 40ാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ പരമാവധി 200 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇത്തരത്തിൽ പദ്ധതിയിൽ ചേരുന്ന പ്രായമനുസരിച്ച് അടയ്ക്കുന്ന തുകയിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ്. നിക്ഷേപ കാലാവധി പൂർത്തീകരിച്ചുകൊണ്ട് ഗുണഭോക്താവ് 60 വയസ്സ് തികയുമ്പോൾ മുതൽ ജീവിതകാലം മുഴുവൻ പ്രതിമാസം 3000 രൂപ പെൻഷനായിട്ട് ലഭിക്കുന്നതാണ്. പദ്ധതിയിൽ ചേരുന്നതിന് ആധാർ കാർഡ്, ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പർ, മൊബൈൽ നമ്പർ എന്നിവയാണ് പ്രധാനമായിട്ടും വേണ്ടത്. APL BPL വ്യത്യാസമില്ലാതെ പദ്ധതിയിൽ ചേരാവുന്നതാണ്. ഈ പദ്ധതിയിൽ ഫാമിലി പെൻഷൻ സൗകര്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുക അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ജീവിത പങ്കാളിക്ക് പദ്ധതിയിൽ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇനി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ഗുണഭോക്താവ് മരണപ്പെടുകയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിക്ക് പെൻഷൻ തുകയുടെ 50% കുടുംബ പെൻഷനായിട്ട് ലഭിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതാണ്. 10 വർഷത്തിനകം പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണ് എങ്കിൽ അതിനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ അടച്ച തുകയും തിരികെ ലഭിക്കുന്നതാണ്. ഇനി 10 വർഷത്തിന് ശേഷമാണ് പിന്മാറുന്നത് എങ്കിൽ ഒരു ബാങ്ക് പലിശ നിരക്ക് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. പദ്ധതിയിൽ ചേരുന്നതിനുള്ള നടപടിക്രമങ്ങൾ വളരെ ലളിതമാണ്. അപേക്ഷകർക്ക് തങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ പദ്ധതിയിൽ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ആധാർ കാർഡും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഒരു മൊബൈൽ നമ്പറും മാത്രമാണ് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള രേഖകൾ. ആദ്യ മാസത്തെ വിഹിതം മാത്രം നേരിട്ട് അടച്ചാൽ മതിയായിരിക്കും. തുടർന്നുള്ള മാസങ്ങളിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തുക സ്വയം നമുക്ക് ഈടാക്കുന്ന രീതിയാണ് ഉള്ളത്. അതായത് ഓട്ടോ ഡെബിറ്റ് സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.